ട്രെയിലറിൽ കണ്ട വീട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത് എൻ്റെ പുറകിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ആക്ച്വലി ഈ വീടൊരു റീവർക്ക് നടന്നിരിക്കുന്ന വീടാണ്. എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചർ സ്റ്റേജിനകത്ത് നിന്ന് ആർക്കിടെക്റ്റ് വന്നതിന് ശേഷം വീടിൻ്റെ എലവേഷൻ ഡിസൈനിൽ ചേഞ്ചസ് വരുത്തി ഇൻറ്റീരിയർ പ്രോപ്പറായ രീതിയിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീടിൻ്റെ എലവേഷൻ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഗേബിൾ റൂഫിംഗ് കാണാൻ സാധിക്കും. ഒരു വുഡൻ എലമെൻറ്റ് അതിൽ നൽകിയിട്ടുണ്ട്. വോക്സ് സീലിംഗ് പാനൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വുഡൻ ലൂവേഴ്സ് നൽകിയിരിക്കുന്നത്. വലിയൊരു ഷോവാള് നൽകിയിരിക്കുന്നു. ടെറാക്കോട്ട ക്ലാഡിംഗ് ബ്രിക്കുകളാണ് ആ ഒരു ഷോവാളിൽ നൽകിയിരിക്കുന്നത്. അതിൽ ഒരു ടെറാക്കോട്ട കളറ് പോളിഷ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. സ്റ്റെപ്പുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഈ ഒരു ഭാഗം വരെയും പോകുന്നു. ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പെബിൾസ് നിറച്ചിരിക്കുന്നു, പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടൈലുകളാണ്, വിട്രിഫൈഡ് ടൈലുകളാണ്. സെയിം ടൈലുകൾ തന്നെയാണ് സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത്. വാള് പെയിൻറ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറല്ല, ഒരു ഗ്രേ ടച്ച് വരുന്ന പെയിൻ്റാണ്. ഏഷ്യൻ പെയിൻറ്റിൽ തന്നെ റോ കോട്ടൺ എന്ന് പറയുന്ന ഷെയ്ഡാണ് വാളിൽ നൽകിയിരിക്കുന്നത്. വിൻഡോസൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇതാണ് ഫ്രണ്ട് ഡോർ ഡിസൈൻ വരുന്നത്. ഒരു മോഡേൺ ഫീലാണ് ഡോറിന് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഹാൻഡിൽ, ഗ്രൂസ് വർക്കുകൾ നൽകിയിരിക്കുന്നു. ഡിജിറ്റൽ ലോക്കിംഗ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. ഞാൻ കാണിച്ചു തരാം. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിലിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ആർക്കിടെക്ട്സിനെയും ഡിസൈനേഴ്സിനെയും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. മിസ്റ്റർ അബ്രാൻ ആൻഡ് നാസിൻ, വെൽക്കം ടു മൈ ബെറ്റർ ഹോം. നമ്മളിപ്പം രണ്ടാമത്തെ തവണയാണ് ഇതേപോലെ ഒരു പ്രൊജക്റ്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ചേർത്തല തന്നെയാണ് 2 പ്രൊജക്റ്റും വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്? ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? റാഷി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ആർത്തുകളി പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹൗസ് വാമിങ് കണ്ടതിന് ശേഷമാണ് ഈ ക്ലയൻറ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അവർക്കത് ആ ഒരു തീം ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ഇൻറ്റീരിയർ തീം ഇഷ്ടപ്പെട്ടതുകൊണ്ടും പിന്നെ പുള്ളി ഒരു വീട് വെക്കുന്നുണ്ട് നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് വരുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വേണം, അതായത് മോഡിഫിക്കേഷൻ വേണം എന്നുള്ള കൺസേൺ ഉണ്ടായിരുന്നു അവർക്ക് എക്സ്റ്റീരിയറിൽ തന്നെ. അപ്പോൾ അത് നമ്മുടെ ആർക്കിടെക്റ്റ് ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലോട്ട് അതിൻ്റെ എക്സ്റ്റീരിയർ കൊണ്ടുവന്നു. ഇൻറ്റീരിയർ അവർക്ക് എന്തായാലും ഒരു മോഡേൺ ആ ഒരു ശൈലി തന്നെ വേണം, അത് കീപ്പ് ചെയ്യണം എന്നായിരുന്നു അവർ കൺസേൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു മോഡേൺ കണ്ടംപററി ശൈലിയിലോട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഓരോ പ്രൊഡക്റ്റ് ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം 100% കസ്റ്റമൈസബിൾ ആണ്. നമ്മൾ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇൻ ഹൗസ് നമുക്കുണ്ട്. അതെ. അതായത് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സോഫ, ഇതേപോലെ സെൻറ്റർ ടേബിള്, കോഫി ടേബിള്, ഇതേപോലെ കൺസോളുകൾ, നല്ല ഭംഗിയുള്ള ഒത്തിരി കൺസോളുകൾ ഈ വീട്ടിലുണ്ട് കേട്ടോ. നമുക്ക് ഡീറ്റെയിലിങ്ങിൻ്റെ സമയത്ത് ഞാനത് കാണിക്കാം. വാഷ് ബേസിൻ കൗണ്ടേഴ്സ് ആണെങ്കിലും സ്റ്റോറേജ് യൂണിറ്റുകൾ ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊഡക്ഷനും വരുന്നത്. യെസ്, അത് നമ്മൾ ഒരു സൈറ്റിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണോ നമ്മൾ ചെയ്യണം എക്സാക്റ്റ് അതുപോലെ തന്നെ 100% അതുപോലെ തന്നെയാണ് നമ്മളതിൻ്റെ പ്രൊഡക്ഷനും ചെയ്യാം. അതായത് നമ്മൾ കൊണ്ട് കഴിയും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ തന്നെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൊഡക്ഷനിലും വരിക. ഓഫ് കോഴ്സ് ആർക്കിടെക്ട്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചറിങ് ഉണ്ടാവുമ്പോൾ അതിന്റെ പെർഫെക്ഷൻ, ക്വാളിറ്റി ഇതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാം. അതെ, നമുക്ക് ഇൻ ഹൗസ് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ക്വാളിറ്റി ഇഷ്യൂ വരരുത്. ഇൻ കേസ് ഒരു വാറൻറ്റി ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഡീൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റിനും നമുക്കിവിടെ വാറൻറ്റി ഉണ്ട്. അതായത് പ്രൊഡക്ഷൻ്റെ സൈഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാറൻറ്റിയുടെ പ്രൊഡക്ട്സുകളാണുള്ളത്. ഓക്കെ, അത് നമുക്ക് ഒരു കസ്റ്റമർ റിലേഷൻ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. സോ ഇദ്ദേഹമാണ് മാസിൻ. ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൊതുവെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈലാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വരുന്ന ആളുകളുടെ അഭിരുചിക്കനുസരിച്ചിട്ടാണോ നിങ്ങളുടെ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയാം? നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റിൻ്റെ എന്താണ് കൺസെപ്റ്റ് അതിന് മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ബിൽഡ് ചെയ്ത് തരുന്നത്. അതായത് ഇപ്പോൾ ഓരോ ഡിസൈനിലും ക്ലയൻറ്റിന് എന്താ പറയുക കറക്റ്റ് വ്യൂ ഉണ്ട്, എങ്ങനെ ആയിരിക്കണം അവരുടെ വീട് എന്നുള്ളത് ഒരു കറക്റ്റ് വ്യൂ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഈ വീടിൻ്റെ കേസാണെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഞങ്ങൾ വരുന്ന സമയത്ത് ഇത് സ്ട്രക്ചർ ആയൊരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അതൊരു ബോക്സ് ടൈപ്പ് ആണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് അവരോട് സജഷൻ ചോദിച്ചു, നമുക്കിത് ചേഞ്ച് ചെയ്താലോ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവർ പറഞ്ഞു അവർക്ക് ചേഞ്ച് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ട്രോപ്പിക്കലാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ്. ആലപ്പുഴ ഭാഗമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രോപ്പിക്കലിലോട്ട് പോകാമെന്ന് പറഞ്ഞു.
പിന്നെ ഈ ഒരു ഭാഗത്ത് അങ്ങനത്തെ ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ കീപ്പ് ചെയ്ത്, അപ്പോൾ അത് ചെയ്ത് കൊടുത്തപ്പോൾ ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പിയായി, അവർക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിതിൻ്റെ വർക്ക് ഡിസൈൻ ടോട്ടലി ട്രോപ്പിക്കലിലോട്ട് ചേഞ്ച് ആക്കി എക്സ്റ്റീരിയർ. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ അവർ പറഞ്ഞിരുന്നു അത് എക്സ്റ്റീരിയർ ട്രോപ്പിക്കലാണെങ്കിലും ഇൻറ്റീരിയർ നമുക്കൊരു മോഡേൺ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായുള്ള കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എന്ത് ചെയ്തു, ഒന്ന് മോഡേൺ സ്റ്റൈലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതേപോലെ തന്നെ അതിനെ ഒരു മിനിമലിസ്റ്റിക് കാറ്റഗറിക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലൈഫ് വേണം, നമ്മളൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ലൈഫ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ പ്രോപ്പറായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. അത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ഡിസൈൻ എന്താണോ അത് ക്ലയൻറ്റ് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ശരി. അപ്പോൾ നമ്മൾ ഈ വീട് പൂർണ്ണമായിട്ട് കണ്ടില്ല, വീടിൻ്റെ ഇൻസൈഡ് പോർഷൻസ് ഒക്കെ ചെയ്യണം. ഓപ്പൺ സ്പേസ് ആയിട്ടാണ് കോമൺ ഏരിയാസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചണൊക്കെ ഒരു മോഡുലാർ ടൈപ്പിൽ നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു ഓപ്പൺ കോമൺ സ്പേസിലേക്കാണ്. നമ്മൾ ആദ്യം വീടിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നൊരു ഭാഗമാണ് ഈ ഒരു ഏരിയ. ഒരു ഇൻറ്റീരിയർ കോർട്ട്യാർഡ് സ്പേസ് പോലെ ഡബിൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ നൽകിയിട്ടുണ്ട്. നിറയെ പെബിൾസ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പെബിൾസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ആണെങ്കിൽ ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ട് മുകളിൽ ഗ്ലാസ് റൂഫിംഗ് ആണ് നൽകിയിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് വീടിനകത്തേക്ക് വരുന്നുണ്ട്. ഈ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹൗസ് ഓണർ ആർക്കിടെക്റ്റുകളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ഇതായിരുന്നു: ഇൻറ്റീരിയർ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണം, മറ്റൊന്ന് ഇത് ഡ്യൂറബിൾ ആയിരിക്കണം, വേറെ ഒന്ന് മെയിൻ്റനൻസ് പരമാവധി കുറവായിരിക്കണം. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആർക്കിടെക്റ്റുകളോട് ഹൗസ് ഓണർ ആവശ്യപ്പെട്ടത്. സോ ഈ പ്രൊജക്റ്റിൽ കോമൺ സ്പേസുകളൊക്കെ അവരൊരു ഓപ്പൺ ഏരിയാസ് ആക്കി സെറ്റ് ചെയ്തു. എൻ്റെ വലതു ഭാഗത്താണ് ഇവിടുത്തെ ലിവിങ് റൂം ചെയ്തിരിക്കുന്നത്. അല്പം ഒന്ന് എലവേറ്റഡ് ആയിട്ട് വുഡൻ ഫ്ലോറിങ് ചെയ്തിട്ടാണ് ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ കർട്ടൻസ് നൽകിയിരിക്കുന്നു. ആ ഫാബ്രിക്കിന് നൽകിയിരിക്കുന്ന കളർ പാറ്റേൺ വളരെ ഭംഗിയുള്ള ഒരു പ്രീമിയം ലക്ഷറി ഫിനിഷ് കിട്ടുന്നൊരു കളർ പാറ്റേൺ നൽകിയിരിക്കുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിവുഡ് പാനലിങ് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ഇതേപോലെയുള്ള ഗ്രൂസുകൾ നൽകിയിരിക്കുന്നു. ഇതൊരു ഗ്ലാസ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് ഉള്ള മേഖലയാക്കി മാറ്റി. ഈ ഒരു ഫോയർ സ്പേസ് തന്നെ നോക്കൂ. സാധാരണ ഫോയർ സ്പേസുകൾ ചെറിയ സ്പേസ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതിന് പകരം ഇവിടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫോയർ സ്പേസ് ചെയ്തു. അതിൻ്റെ തൊട്ടു ബാക്കിൽ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രെയർ ഏരിയ ചെയ്തു. വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കിട്ടുന്ന രീതിയിൽ ഭംഗിയുള്ള ഒരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തു. മെറ്റീരിയൽ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ലാമിനേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ലാമിനേറ്റ് ആണ്. ഫ്ലൂട്ടഡ് അക്രിലിക് പാനൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പുകളൊക്കെ ടെഫൻഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ ടിൻഡഡ് ആയിട്ട് വരുന്ന ഗ്ലാസ് കൊണ്ടാണ് ഈ ഒരു കൺസോൾ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കൺസോളാണ്. ഈവൻ പാർട്ടീഷൻസ് കൊടുക്കുന്ന സമയത്ത് സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡ്യൂറബിൾ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നത് മുഴുവൻ WPC ആണ്. പാനലിംഗ് മെറ്റീരിയൽസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും ഈ കാണുന്ന വുഡൻ എലമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ WPC ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാം. വാട്ടർ പ്രൂഫാണ്, ചെതൽ പിടിക്കില്ല, എന്തെങ്കിലും കാരണവശാൽ കുത്തിപ്പോവില്ല, ഡ്യൂറബിൾ ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പരമാവധി മെയിൻ്റനൻസ് ഫ്രീ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് മാത്രം വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്ന് ഹൗസ് ഓണർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാൾസൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒത്തിരി എലമെൻറ്റുകളൊന്നും കുത്തി നിറയ്ക്കാതെ വളരെ ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ വെയിൻസ്കോട്ട് പാനലുകൾ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഹൈലൈറ്റ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ലക്ഷറി മോഡേൺ കളർ തീമാണ് ചെയറുകൾക്കൊക്കെ നൽകിയിരിക്കുന്നത്. ഫുള്ളായിട്ട് കുഷൻ കവർ ചെയ്തിട്ടുള്ള ചെയർസാണ്. ഈവൻ കൗണ്ടർ ടോപ്പ്, ഡൈനിങ് ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. എടുത്ത് പറയേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന വാഷ് കൗണ്ടർ ഡിസൈനാണ്. മനോഹരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രീമിയം ആംബിയൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ ഈ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നോർമൽ വാൾ
ഏരിയ ആണ്. അതിന് ഡിസൈന് കൊണ്ട് അത് കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ പുറകിൽ നൽകിയിരിക്കുന്നത് ഡിസൈനർ ടൈലുകളാണ്, നല്ല ഭംഗിയുള്ള ടൈലുകളാണ്. അതിലൊരു പ്ലെയിൻ മിറർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു, ബാക്ക് സൈഡിൽ ലൈറ്റ് വരുന്നുണ്ട്, ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ടാപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജാഗോറിൻ്റെതാണ് ഫിറ്റിങ്സുകൾ നൽകിയിരിക്കുന്നത്. വാനിറ്റി കൗണ്ടർലേസിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ WPC വാൾ ലൂവേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലാമിനേറ്റുകൾ അടിഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് കേട്ടോ. സത്യത്തിൽ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇൻറ്റീരിയർ പ്ലാന്റ് ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായനെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. സെയിം കൺസേൺ ഞാൻ ആർക്കിടെക്റ്റുകളായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് ഇവിടെ ഒരു ഇൻറ്റീരിയർ പ്ലാന്റ് ആണ് അവർ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രപ്പോസ് ചെയ്തിരുന്നത്. പിന്നെ ഒരു പ്ലാന്റ് ആകുന്ന സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ പരിഗണിച്ചുകൊണ്ട് പിന്നീട് ആ വീട്ടിലെ ആളുകളുടെയൊക്കെ ഒപ്പീനിയൻ കൂടെ എടുത്തുകൊണ്ടാണ് അവർ ഫൗണ്ടെയിൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരു വാട്ടർ ഫൗണ്ടെയിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ പെബിൾസ് ഒക്കെ നൽകിയിട്ട് നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ആ ഒരു ഫൗണ്ടെയിൻ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഫാമിലി ലിവിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ എലഗൻ്റ് ആയിട്ടുള്ള ഡെക്കോറിങ് ആട്ടോ ഈ ഒരു കമ്പനിയിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത. ഇവരുടെ പ്രൊജക്റ്റ് മുമ്പ് നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കാം. അവർ ചെയ്യുന്ന ആ ഒരു ഹൈലൈറ്റ് പാറ്റേണിങ് നമുക്ക് മറ്റു പ്രൊജക്റ്റുകളിൽ കാണാൻ സാധിക്കില്ല. 2 വിങ്ങുകളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. നാവെക്സ് ഡിസൈൻ സ്റ്റുഡിയോ, അതിലാണ് അവരുടെ കൺസ്ട്രക്ഷനും പ്രൊജക്ട് മാനേജ്മെൻറ്റും സൂപ്പർവിഷനും ഒക്കെ വരുന്നത്. അതേപോലെ desk.interiors, അവരിലാണ് ഈ ഇൻറ്റീരിയർ ഡിസൈനുകളൊക്കെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ രണ്ടും ഒരേ എക്സിക്യൂഷനും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഒരേ കമ്പനി ആവുമ്പം അവർക്ക് ആ പെർഫെക്ഷനിൽ തന്നെ ഇത് ഫിനിഷ് ചെയ്യാനും അവർ ഉദ്ദേശിച്ച തരത്തിലുള്ള ലാമിനേറ്റ്സുകളൊക്കെ ലഭിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈന് 3Dയിൽ അല്ലെങ്കിൽ അവരുടെ പ്രപ്പോസലിൽ വന്നു, അത് ഏത് കമ്പനിയിലാണ്, ഏത് ഗ്രെയിൻസ് ഉള്ള, ഏത് മോഡലാണെന്ന് അറിയണമെങ്കിൽ ആ ടീം തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ സാധിക്കുക. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു TV യൂണിറ്റ് ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റോറേജ് സ്പേസ്, അതിൽ തന്നെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് TV നൽകിയിരിക്കുന്നത്. വാള് പാനലിങ് ചെയ്തിട്ടുണ്ട്, അതിൽ ലാമിനേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മിഡിൽ പോർഷനിൽ ഇവിടെ ഒരു മിറർ പാറ്റേൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ടിൻറ്റഡ് ഗ്ലാസ് ആണ് ആക്ച്വലി. ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ് ഈ കാണുന്ന ഒരു ഷെൽഫിന് നല്ല രീതിയിൽ ഭംഗി നൽകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളർ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ ടോണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഡെക്കോർ ഐറ്റംസ് ഈ ഷെൽഫിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കിച്ചണ് കാണണ്ടേ, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡുലാർ കിച്ചണാണ് ഈ വീട്ടിലുള്ളത്. ഈ വാളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കിച്ചണാണ് വരുന്നത്. നമുക്കതൊന്ന് കാണാം. ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ. വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കിച്ചണാണ്. ഒത്തിരി വലിയ കിച്ചണൊന്നുമല്ല, ചെറിയ രീതിയിൽ മീഡിയം സൈസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ വീട് ടോട്ടൽ 2900 സ്ക്വയർ ഫീറ്റേ വരുന്നുള്ളൂ, 3000 സ്ക്വയർ ഫീറ്റ് വരുന്നില്ല. അതിൽ തന്നെ മാക്സിമം സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഷോ കിച്ചണാണ്. ഈ ഡോറിൻ്റെ അപ്പുറം വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. പൊതുവേ നമ്മുടെ വീഡിയോസിൽ നമ്മൾ വർക്ക് ഏരിയ സ്പേസ് കാണിക്കാറില്ല. ഒത്തിരി വ്യൂവേഴ്സ് ആ കാര്യം സംസാരിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ താമസിക്കുന്ന വീടുകളല്ല, അവർ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും, അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതുണ്ടാവും. സോ അത് അവരുടെ ഒരു അസൗകര്യം കൂടെ പരിഗണിച്ചിട്ടാണ് നമ്മൾ വർക്ക് ഏരിയ കാണിക്കാത്തത്. ഈ ഷോ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് ശരിക്കൊന്ന് പറഞ്ഞു പോകാം. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടൈലാണ്. നോർമൽ നമ്മുടെ കിച്ചൺ സ്ലാബിന് ഉപയോഗിക്കുന്ന ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നു. അതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഭാഗം ഇതേപോലെ കവർ ചെയ്തിട്ട് അതിൽ ഇതേപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് അപ്പർ ക്യാബിനറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ലാക്വേർഡ് ഗ്ലാസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ, ഒരു വൈറ്റ് ഫിനിഷ് ഒരു പ്യുവർ വൈറ്റിലേക്ക് കൊണ്ടുവരാൻ നമുക്കതിൽ സാധിക്കും. ഇവിടെയൊക്കെ ഓപ്പൺ ഷെൽഫുകൾ നൽകിയിരിക്കുന്നു. ഇതേപോലെയുള്ള പാത്രങ്ങളൊക്കെ നൽകി അതിനെ ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഒരു ക്രോക്കറി ഷെൽഫ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്ലാസ് ആണ് ഡോറായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ സാധിക്കും. ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ്. തൊട്ടടുത്ത് തന്നെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു ടാപ്പ് നോക്കൂ, നല്ല ഭംഗിയുള്ള ടാപ്പാണ്. കാരിസിൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടാപ്പാണ്. പൊതുവെ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഈ കാരിസിൽ എന്ന് പറയുന്നത്. നല്ല രസമുള്ള ഒരു കിച്ചൺ ടാപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
സോ ബെഡ്റൂമുകളുടെ ഡിസൈനിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് ഈ ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ സൈസും അറേഞ്ച്മെൻറ്റും ഒന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. നമുക്കൊന്ന് സംസാരിക്കാം. ഫ്ലോറിംഗ് എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈലാണ്. 6x4 സൈസിൽ വരുന്ന കാർവിംഗ് സീരീസിൽ വരുന്ന ബീജ് കളറിൽ വരുന്ന കജാരിയ കമ്പനിയുടെ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ലൈനിങ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ മാർബിളിൽ ഇത്തരത്തിലുള്ള ലൈനിങ്സ് കണ്ടിട്ടുണ്ട്, നമുക്ക് ടൈലും അത് ചെയ്യാൻ സാധിക്കും. 8x2 സൈസിൽ വരുന്ന ബ്ലാക്ക് കളർ കജാരിയുടെ കിച്ചൺ സ്ലാബ് ടൈൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോർഡർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. സെയിം വർക്ക് നമുക്ക് ഇതാ ഇവിടെയും കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് മാസ്റ്റർ ബെഡ്റൂം എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ബെഡ്റൂമിൻ്റെ സൈസ് പറഞ്ഞു തുടങ്ങാം അല്ലേ. 4.20 നീളം വരുന്നത്, 3.60 വീതി വരുന്നത്. അത്യാവശ്യം ഒരു മീഡിയം സൈസ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. കിങ് സൈസിലാണ് ബെഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഹെഡ് ബോർഡിൻ്റെ ഭാഗം, ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത് നോക്കാം. ആ ഒരു കോർണറിൽ കണ്ടു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാൻസിഷനാണ് ആ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. വാൾ പാനലിങ് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ബോൾഡ് ആയിട്ടുള്ള ഇതേപോലെയുള്ള സ്ട്രിപ്പുകൾ നൽകിയിരിക്കുന്നു. ഹെഡ് ബോർഡ് കുഷൻ ചെയ്തിരിക്കുന്നതാണെങ്കിലും ബാക്കിലെ പാനലിങ്ങിന് പാരലായിട്ടുള്ള രീതിയിൽ തന്നെ ആ ഭാഗം സ്മൂത്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡ് ടേബിൾസ് നൽകിയിരിക്കുന്നു. മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ WPC ലൂവേഴ്സ് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വാളിൽ നൽകിയിട്ടുണ്ട്. നല്ല എലഗൻ്റ് ആയിട്ട് ഈ ഒരു റൂം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു മോഡേൺ ഡിസൈനാണ് സീലിങ്ങിന് നൽകിയിരിക്കുന്നത്. ആൻഡ് ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വർക്കിംഗ് ടേബിൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ ചെയർ, ഇവിടെയാണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. വാർഡ്രോബ് ഈ പാസേജിലായിട്ട് നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് വാർഡ്രോബിൻ്റെ ഡോറുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു മിറർ യൂസ് ചെയ്യാൻ സാധിക്കും. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് ആ ടോയ്ലറ്റ് ഒന്ന് കാണാം. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോയ്ലറ്റാണ്. വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ആ നനയുന്ന ഭാഗം വേറൊരു കളർ ടൈല് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ലോ ബെഡ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോർമൽ കാണുന്ന കോട്ടുകളിൽ നിന്നുള്ള വ്യത്യാസം. സാധാരണ ഇത്ര ഹൈറ്റെങ്കിലും ഉണ്ടാവും ഒരു ബെഡിൽ നമുക്ക് ആ ഒരു മാട്രസും കൂടെ വരുന്ന സമയത്ത്. ഇവിടെ ലോ ബെഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 1 ഫീറ്റ് ഹൈറ്റാണ് ഫ്ലോറിന്ന് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലോ ബെഡ് കൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ബെഡ് കോട്ട് ഇഷ്ടപ്പെടും. നേരെ ഇതിൻ്റെ സൈഡ് ടേബിൾ അടക്കം ഒരുമിച്ച് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻബിൽഡ് ആയിട്ട് തന്നെയുള്ള സൈഡ് ടേബിളാണ് നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിലാണ്. ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ലാമിനേറ്റ് ആട്ടോ. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലിങ്ങനെയുള്ളൊരു ടെക്സ്ചർ പാറ്റേണുകൾ ഈ ഒരു ലാമിനേറ്റിൽ ചെയ്തിരിക്കുന്നത് കാണാം. എംബോസ്ഡ് ടൈപ്പിൽ വരുന്ന ഒരു ഡിസൈനർ സീരീസിൽ വരുന്ന ലാമിനേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്, പക്ഷേ നമ്മൾ കുറഞ്ഞ ഏരിയാസ് മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു ലെയർ ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് മിൽക്കി വൈറ്റ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ളൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ വേറൊരു ലെയറായിട്ട് വാൾപേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സ്റ്റാൻഡിങ് ഫ്ലോർ ലാമ്പ് നോക്കുക നല്ല ഭംഗിയിൽ ഈ ഒരു ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിറർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേപോലെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഡ്ജാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് നൽകിയിരിക്കുന്നത്. ഈ സൈഡിലാണ് വാർഡ്രോബ് വരുന്നത്. നമ്മൾ ഡോർ ഇതേപോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഭിത്തി അകത്തേക്ക് വാർഡ്രോബ് സ്പേസ് ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരു ബിൽറ്റ് ഇൻ വാർഡ്രോബ് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. ആ ഒരു വാളും വാർഡ്രോബും സെയിം ലെവലിൽ ചെയ്തിരിക്കുന്നു. വലിയ പുൾ ഹാൻഡിൽസ് ആണ് വാർഡ്രോബിൻ്റെ ഹാൻഡിൽസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. FRP ഡോറാണ് അതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ നമ്മുടെ കുളിക്കുന്ന ഭാഗം, വെറ്റ് ഏരിയ എന്നൊക്കെ പറയുന്ന നനയുന്ന ഭാഗം ഒരു ഹൈലൈറ്റ് ടൈൽസ് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈനർ ടൈപ്പ് ടൈലുകൾ ഉപയോഗിച്ചിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടുത്തെ ലെവൽ മാത്രം അല്പം താഴ്ത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് ഒരു ഭാഗത്താണ് സ്റ്റെയർ കേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ട്രെഡ്, നമ്മൾ ചവിട്ടുന്ന ഭാഗമൊക്കെ വുഡൻ പാനലിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ സോളിഡ് വുഡ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നേരെ മുകളിലേക്ക് കയറി പോവാം. ഈ ഒരു വാളിൽ ഇവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്തിട്ടൊരു പാറ്റേൺ ആക്കി വെച്ചിരിക്കുന്നു. ഹാൻഡ് റെയിലൊക്കെ ഗ്ലാസ് ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ സീലിങ്ങിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്.
നല്ല ഭംഗിയുണ്ട്. സാധാരണ ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കുന്നതിന് പകരം അവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു വർക്കിംഗ് ടേബിൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വർക്ക് ഫ്രം ഹോമൊക്കെ ജോലി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പഠിക്കണമെങ്കിലൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കാണുന്ന ആ ഒരു കോർട്ട്യാർഡ് സ്പേസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ നിലയിൽ നിന്ന് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ടഫൻഡ് ഗ്ലാസ് ഒക്കെ നൽകി വുഡൻ ഹാൻഡ് റെയിലൊക്കെ നൽകിയിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയിലുള്ളത്. ആ 2 ബെഡ്റൂമും ഈ ഒരു സൈഡിലാണ്. നമുക്ക് ഓരോ ബെഡ്റൂമുകളായിട്ട് കാണാം. ആദ്യത്തെ ബെഡ്റൂം നേരെ ഈ ഭാഗത്ത് വരുന്നതാണ്. കുറച്ചുകൂടെ ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്സ്റ്റെയറിലെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാവുന്ന ഒരു ലക്ഷറി ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം കൂടെയാണ്. താഴത്തെ ബെഡ്റൂമുകളൊക്കെ ഒരു മീഡിയം സൈസ് ആയിരുന്നില്ല. ഇത് 5 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്, 3.90 വിഡ്ത്ത് വരുന്നുണ്ട്. കിങ് സൈസിലുള്ള കോട്ട് നൽകിയിട്ടുണ്ട്. 2 ഭാഗത്തും പ്രീമിയം സ്റ്റൈലിൽ വരുന്ന സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. ഹെഡ് ബോർഡുകൾ നോക്കും, ഫുൾ വാൾ കവർ ചെയ്യുന്ന രീതിയിൽ കുഷൻ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. 2 ഭാഗത്തും മിറർ ഉപയോഗിച്ചിട്ടാണ് പാനലിങ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലക്ഷറി ഫീല് ഈ കാണുന്ന ഏതൊരാൾക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റൂമിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് ഒരു മിറർ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ആം ചെയർ നൽകിയിരിക്കുന്നു. ഇതാണ് വാർഡ്രോബ് സ്പേസ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡ്രോബ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടിൻറ്റഡ് ഗ്ലാസ് ആണ് വാർഡ്രോബിൻ്റെ ഡോറുകളായിട്ട് നൽകിയിരിക്കുന്നത്. എൻ്റെ തൊട്ട് ബാക്കിലാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ടൈൽ ഡിസൈൻ ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവുക. ഇവിടെയും ഭംഗിയായിട്ട് വേറൊരു യൂണിക് പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് ബെഡ്റൂം ഇവിടെയാണ്. ഇതൊരു നോർമൽ ബെഡ്റൂം സൈസിലാണ് ചെയ്തിരിക്കുന്നത്. മിനിമം റിക്വയർമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ക്യൂൻ സൈസിലുള്ള ബെഡ് കൊടുത്തിരിക്കുന്നു. ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്ന ഇതേപോലെ ക്വിഷൻ ഉപയോഗിച്ചിട്ടാണ്. വാൾ പാനലിങ് ചെയ്തിരിക്കുന്നു ആ ഭാഗത്ത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും ചെയറും മിററും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ഒരു നോർമൽ ബെഡ്റൂം സൈസിൽ, മീൻസ് ഒരു 4-3-30 സൈസിൽ ബെഡ്റൂം സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നോർമൽ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു. സോ ഇത്രയുമാണ് ഈ വീട്ടിലെ ഇൻറ്റീരിയർ കാഴ്ചകൾ. ഈ ഡോറ് ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് കാണുന്ന സമയത്ത് ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ എലവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ആ സ്ലോപ്പ് റൂഫിന് തൊട്ട് പുറകിലായിട്ട് വലിയൊരു ബാൽക്കണി സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓപ്പൺ ബാൽക്കണി ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്ലോറിൽ വുഡൻ ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഈ ബാൽക്കണിക്ക് വേണ്ടി ലഭിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഓപ്പൺ ബാൽക്കണി ആയതുകൊണ്ട് തന്നെ സ്ക്വയർ ഫീറ്റിലൊന്നും വരുന്ന ഏരിയാസ് അല്ല കേട്ടോ. നമുക്കത് ബാൽക്കണി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിലൊന്നും ഈ ഒരു ഏരിയ ഇൻക്ലൂഡഡ് ആവില്ല. ഹായ്, എൻ്റെ പേര് അഞ്ജലി. എൻ്റെ ഫാദറിൻ്റെ ഒരു ക്ലയൻറ്റ് ത്രൂ ആണ് നമ്മൾ ഡി ഡെക്കോർ എന്നുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് ടീമിനെ പറ്റി അറിയണത്. സോ അവർ ചെയ്തൊരു വർക്ക് പോയി വിസിറ്റ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയും പിന്നെ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കൊക്കെ കേട്ടിട്ടാണ് നമ്മൾ അവരെ ഫൈനലൈസ് ചെയ്തത്. സോ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ ഐ തിങ്ക് അവരുടെ വർക്കിൽ മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് അവരുടെ ക്വാളിറ്റിയാണ്. ഐ തിങ്ക് ഈ മാർക്കറ്റിലെ ബെസ്റ്റ് അവൈലബിൾ പ്രീമിയം പ്രോഡക്ട്സ് വെച്ചിട്ടാണ് അവർ വർക്ക് എക്സിക്യൂട്ട് ചെയ്യണത്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് വർക്കിൽ കാണാനുണ്ടാവും. പിന്നെ പറയേണ്ടത് ഡിസൈനാണ്. നമ്മുടെ റിക്വയർമെൻറ്റ്സും പിന്നെ നമുക്കുണ്ടായിരുന്ന കുറച്ച് കൺസെപ്റ്റ്സും നമ്മൾ കാണിച്ച കുറച്ച് റെഫറൻസസും എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വാസ് റിയലി യുണീക്ക്. നമ്മുടെ ഹൗസ് വാമിങ്ങിന് വന്ന എല്ലാവരും തന്നെയും ഡിസൈൻ എലമെൻറ്റിനെ പറ്റിയാണ് കോംപ്ലിമെൻറ്റ് ചെയ്തത്. സ്റ്റിൽ നമ്മുടെ വീട് വിസിറ്റ് ചെയ്യണവരെല്ലാവരും വീടിൻ്റെ ഡിസൈനിങ് ചെയ്തത് ആരാന്ന് ചോദിക്കാറുണ്ട്. സോ അവരുടെ ഡിസൈൻ ക്വാളിറ്റി ആൻഡ് ഫസ്റ്റ് വർക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ സൈറ്റ് ചേർത്തലയിലും ഇവരുടെ ഓഫീസ് മലപ്പുറത്തുമാണ്. സോ ഇതെങ്ങനെ സൂപ്പർവൈസ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ പ്രൊഫഷണലായിട്ട് ഫേസ് ബൈ ഫേസ് ആയി ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മളുമായിട്ടൊരു കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ദ വേ ദേ എക്സിക്യൂട്ടഡ് ദി എൻറ്റയർ വർക്ക് അത് വളരെ പ്രൊഫഷണൽ ആയിരുന്നു. ആൻഡ് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഡി ഡെക്കോ ഫോർ യുവർ ഇൻറ്റീരിയർ ഡിസൈൻ പ്രിഫറൻസസ്. താങ്ക് യു.
സോ ഇനി നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അതിന് മുമ്പ് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഈ വീട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റുകളെ പരിചയപ്പെടുത്തിയിരുന്നു, നാവെക്സ് ഡിസൈൻ സ്റ്റുഡിയോ. പക്ഷെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കുന്നതിന് മുമ്പ് വീടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വീട് നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടു. ഇനി നമ്മൾ അന്വേഷിക്കുന്നത് ഈ ഒരു കമ്പനി മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അവർ ഓൾ കേരള ലെവലിൽ വർക്ക് എടുക്കുന്ന ആളുകളാണ്. എങ്ങനെയൊക്കെയാണ് അവർ വർക്ക് എടുക്കുന്നത്, അതിൻ്റെ രീതി എങ്ങനെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ അവരുടെ സർവീസുകൾ അവൈലബിൾ ആവും, മൊത്തത്തിൽ എങ്ങനെയാണ് അവരുടെ ആ ഒരു ഡിസൈൻ പാക്കേജുകളൊക്കെ കൊണ്ടുപോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആക്കി ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാം. സോ ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാനുണ്ടാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുക. ശരിക്കും നിങ്ങളുടെ ഒരു സർവീസസ് എവിടെയൊക്കെ അവൈലബിൾ ആവും? നമുക്ക് ഓൾ കേരള അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഓഫീസ് വരുന്നത് മഞ്ചേരി ആണെങ്കിൽ കൂടി നമുക്ക് ആലപ്പുഴ ആയാലും അതുപോലെ തന്നെ തിരുവനന്തപുരം ആയാലും ഒക്കെ നമുക്ക് ഈക്വലാണ്. നമുക്ക് ഈക്വൽ മീൻസ് എന്താ, എത്തിപ്പെടാൻ സുഖമാണ്. നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഓരോ സൈറ്റ് വിസിറ്റും കൊടുക്കുക. അപ്പോൾ കസ്റ്റമർ ആസ് വി ഞങ്ങൾക്ക് അത് വാല്യുബിൾ ആയിട്ടുള്ള ക്ലയൻസുകളാണ്. ഐ മീൻ ഇപ്പോൾ എത്ര ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ക്ലയൻസുകളാണ് നമ്മൾ ഓരോ ക്ലയൻസിന് വെക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സർവീസ് കൃത്യസമയത്ത് തന്നെ നമ്മൾ കൊടുക്കും. കൺസൾട്ടേഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി. ബഡ്ജറ്റ് ബാരിയർ ഉണ്ടോ? ഇത്ര ബഡ്ജറ്റിൻ്റെത് മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ, അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഇൻറ്റീരിയറിൻ്റെ കേസിൽ ഒരിക്കലും ഇല്ല. അത് ക്ലയൻറ്റാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ഇത്ര ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം എന്നുള്ള ഡിസിഷൻ അവരെടുക്കേണ്ടത്. അവരെടുത്തിട്ടേ നമുക്ക് ഡിസൈൻ തുടങ്ങാനേ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇമാജിനേഷൻ പോലെ ആയിരിക്കും. അതൊരിക്കലും എവിടെ എത്താത്ത രീതിയിലുള്ള കസ്റ്റമർ വീട് വെക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. ഞാനാണെങ്കിലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു വീട് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എക്സാക്ട്ലി. അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഫസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ അവരോട് പറയുന്നൊരു കേസാണ്, ബഡ്ജറ്റ് എത്രയാണോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നിങ്ങളോട് റിവീൽ ചെയ്യണം. ഒരിക്കലും മടി വരുത്തണ്ടെന്ന് തന്നെ പറയും. അത് എത്രയാണെങ്കിലും, അതായത് നമ്മുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട്, ഇതിനുള്ള ഒരു വീടാണ് വേണ്ടത്, അത് മാക്സിമം ഭംഗിയാക്കി നിങ്ങളുടെ സ്കില്ല് ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അതെ. കാരണം ഒരാളുടെ ഒരു പുരുഷന്റെ ഒരു ആയുസ്സിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതാണല്ലോ ഒരു വീട് വെക്കുക എന്നുള്ളത്. അതൊരിക്കലും അധികമായിട്ട് മാറാൻ പാടില്ല. അവർക്ക് ഹെഡ് ഏക്ക് ഇല്ലാതെ ചെയ്തു കൊടുക്കാനും കൂടെ പറ്റണം. അപ്പോൾ അതിന് അവർ തന്നെ ബഡ്ജറ്റ് ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം പോവുകയാണ് ചെയ്യുക. നിങ്ങൾ ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ കോസ്റ്റിംഗ് എത്ര പൈസയാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ്, സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണോ, നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഇൻറ്റീരിയറിൻ്റെ പ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 2 സ്റ്റേജാണുള്ളത്. ഒന്ന് കൺസൾട്ടേഷൻ ഫീ ആയിട്ട് വേറെ ഒന്നുണ്ട്, പിന്നെ ഒന്ന് നമ്മുടെ ഇൻറ്റീരിയറിൽ വരികയാണെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൊട്ടേഷൻ ബേസ്ഡ് ആയിരിക്കും. ടോട്ടൽ കോസ്റ്റ് അതിൽ എന്തൊക്കെ NMLs വരും, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ വരും. ഒരു 10 to 50 പേജസ് ഉണ്ടാവും ആ കൊട്ടേഷൻ്റെ. അപ്പോൾ അതിലുണ്ടാവും എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുക. അതും നമ്മൾ 3D ഐ മീൻ അതിൻ്റെ ഡിസൈൻ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൊട്ടേഷൻ കൊടുക്കുക. അല്ല അതൊരു ഇമാജിനേഷൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും കൊടുക്കുക. വെർബലി നമുക്ക് പറയാം ബിറ്റ്വീൻ ഇത്ര വരെയൊക്കെ ആവാം എന്നുള്ള ഒരു വെർബലി നമ്മൾ സംസാരിക്കും. ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ അതെ, ഡിസൈൻ കഴിഞ്ഞിട്ട് ഡിസൈൻ ഫൈനലൈസ് ശേഷമാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരാൾ ഈ വീട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളുമായിട്ടൊരു മീറ്റപ്പിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അവരുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജും കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഇവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ദൂരം നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ രണ്ടുപേരും ഏത് സമയത്തും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ വർക്ക് നമ്മൾ കണ്ടു. അപ്പം കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നമ്മൾ എടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഇവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള സർവീസ് ആവശ്യമുള്ള ആളുകൾക്ക് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇവർ ചെയ്തിരിക്കുന്ന വർക്ക്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാൻ മതി.